ബോർഡ് പരീക്ഷ എത്തി എന്നുള്ള ടെൻഷനിലാണോ നിങ്ങൾ നിൽക്കുന്നത്? നമ്മൾ ഓരോ ചാപ്റ്റർ പഠിച്ചു തുടങ്ങുമ്പോഴും ആ ചാപ്റ്ററിൽ നിന്ന് എത്രത്തോളം ചോദ്യങ്ങളാണ് മുൻ പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അതുപോലെ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് മറ്റുള്ള മുൻ പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിവുണ്ടായിരിക്കണം. സോ ആ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ടെല്ല ക്ലാസ്സസ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു സീരീസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് PYQs. ഓക്കെ, ഈ ഒരു സീരീസിൽ നമ്മൾ ബോർഡ് പരീക്ഷകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ മറ്റ് എൻട്രൻസ് പരീക്ഷകൾ JEE, കീം പോലുള്ള മറ്റ് എൻട്രൻസ് പരീക്ഷകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളിലൊക്കെ അതിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്ന് നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് PYQs ആണ്. സോ എല്ലാ മക്കൾക്കും ടെല ക്ലാസ്സസിന്റെ അടുത്തൊരു ലെക്ചർ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം ഫിറോസ് സാർ. അപ്പൊ നമുക്ക് നേരെ നമ്മളുടെ പ്രോബ്ലത്തിലോട്ട് കിടക്കാം. സോ നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത് 2025 CBSE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. So a cylindrical water container has developed a leak at the bottom. The water is leaking at the rate of 5 centimeter cube per second from the leak. If the radius of the container is 15 centimeter, find the rate at which the height of the water is decreasing inside the container when the height of the water is 2 meters. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ആദ്യത്തെ പോർഷൻ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. 3 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ ഇങ്ങനത്തെ ഈ ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിൽ നമുക്ക് കൂടുതലും ഏതെങ്കിലും ഒരു ഷേപ്പ് തന്നിട്ടുണ്ടാകും. ആ ഷേപ്പിന്റെ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ദൂരത്തിനെ പറ്റിയൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഷേപ്പാണ് തന്നിട്ടുള്ളത്. അപ്പൊ ആ ഷേപ്പിന്റെ വോളിയം, ഏരിയ, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള അതിന്റെ ഫോർമുലാസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാകണം. സോ അതിൽ ഏതെങ്കിലും ഒരു സാധനത്തിനുണ്ടായ ചേഞ്ച്, മിക്കവാറും ടൈം അനുസരിച്ചായിരിക്കും ആ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ മറ്റൊരു വേരിയബിളിന് ഉണ്ടായ ചേഞ്ചിനെ പറ്റിയായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. ഇത്രയും മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ ഈ ചോദ്യം സിമ്പിൾ ആണ്. ഇത്രയും വാരി വലിച്ച് നമ്മൾ വായിക്കെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കീ പോയിന്റ്സ് മാത്രം വായിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് ചോദ്യം എഴുതാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? എ സിലിണ്ട്രിക്കൽ വാട്ടർ കണ്ടെയ്നർ. അപ്പോൾ സിലിണ്ടർ ആണ് നമ്മളുടെ ഷേപ്പ്. സോ നമ്മളുടെ ഷേപ്പ് എന്താണ് മക്കളെ? ഒരു സിലിണ്ടർ ആണ്. സിലിണ്ടറിന് നമുക്കറിയാം റേഡിയസും ഉണ്ട്, ഹൈറ്റും ഉണ്ട്. ഓക്കെ, സോ സിലിണ്ടറിക്കൽ വാട്ടർ കണ്ടെയ്നർ ഹാസ് ഡെവലപ്ഡ് എ ലീക്ക് അറ്റ് ദ ബോട്ടം. സോ ബോട്ടത്തിൽ അടിയിൽ ഒരു ലീക്ക് ഉണ്ട്. സോ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം പൊക്കോണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിന്റെ റേറ്റ്, ദ വാട്ടർ ഈസ് ലീക്കിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 5 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ വെള്ളം ലീക്ക് ആവുന്നത് 5 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. സോ അവിടെ നിന്ന് വെള്ളം പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി അഥവാ വോളിയം കുറയുകയാണ്, അല്ലെ? വെള്ളം ലീക്ക് ആകുമ്പോൾ ആ ഒരു വോളിയം കുറയുകയാണ്. ഇനി വോളിയം ആണോ എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായപ്പോലും യൂണിറ്റ് നോക്കണേ മക്കളെ. ഇവിടെ യൂണിറ്റ് എന്താ വന്നിട്ടുള്ളത്? സെന്റിമീറ്റർ ക്യൂബ് ആണ്. സെന്റിമീറ്റർ ക്യൂബ് എന്തിന്റെ യൂണിറ്റ് ആണ്? വോളിയത്തിന്റെ ആണ്. സോ വോളിയത്തിന്റെ റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് 5 പെർ എന്താണ് സെക്കൻഡ് ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ആദ്യത്തെ ക്വാണ്ടിറ്റി dV/dt ഈക്വൽ ടു 5 ആണോ മക്കളെ? അല്ല, 5 കുറയുന്നതാണ്, വെള്ളം ലീക്ക് ആവുകയാണ്. അപ്പൊ അതില് 5 യൂണിറ്റില് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? സോ ഇറ്റ് ഷുഡ് ബി മൈനസ്. -5 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇതാണ് ആദ്യം തന്നിട്ടുള്ള ഫ്രം ദ ലീക്ക്. ഇഫ് ദ റേഡിയസ് ഓഫ് ദ കണ്ടെയ്നർ ഈസ് 15 സെന്റിമീറ്റർ. സോ കണ്ടെയ്നറിന്റെ റേഡിയസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മക്കളെ, വെള്ളം കുറയുകയോ കൂടുകയോ ചെയ്താലും ആ കണ്ടെയ്നറിന്റെ റേഡിയസിന് മാറ്റം ഉണ്ടാവോ? ഇല്ല, വെള്ളത്തിന്റെ ഹൈറ്റിനാണ് ചേഞ്ച് ഉണ്ടാവുന്നത്, അല്ലേ? അപ്പോൾ ഇതാണ് നമ്മളുടെ വെള്ളമെങ്കിൽ, ഇവിടെ ഇത്രയും ലെവലിനാണ് ആദ്യം നമ്മളുടെ വെള്ളം കിടന്നതെങ്കിൽ ആ വെള്ളത്തിന്റെ അളവാണ് കുറയുന്നത്. സോ വെള്ളത്തിന്റെ ഹൈറ്റ് ആണ് കുറയുന്നത്, കണ്ടെയ്നറിന്റെ റേഡിയസിന് മാറ്റം ഉണ്ടാകുന്നില്ല. ഓക്കെ, അപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞ ഫിക്സഡ് വാല്യൂ ആണ്. ആർ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? 15 ആണ്. ഓക്കെ, ഇത് കോൺസ്റ്റന്റ് ആണ് മക്കളെ. ഇതെന്താണ്? കോൺസ്റ്റന്റ് ആണ് ഇവിടത്തെ കേസിൽ. ഓക്കെ, മാറ്റം ഉണ്ടാകുന്നില്ല. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ഈസ് ഡിക്രീസിങ്. വെള്ളത്തിന്റെ ഹൈറ്റ് കുറയുന്ന റേറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ റേറ്റ് എന്താണ്? dH/dt. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈസ് ഡിക്രീസിങ് ഇൻസൈഡ് ദ കണ്ടെയ്നർ വെൻ ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ഈസ് 2 മീറ്റർ. എച്ചിന്റെ വാല്യൂ എത്രയാ? 2 മീറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ H 2 മീറ്റേഴ്സ് ആകുമ്പോൾ ആ കുറയുന്ന റേറ്റ് ആണ് കണ്ടുപിടിക്കാൻ. 2 മീറ്റർ എന്ന് പറയുമ്പോൾ എത്ര സെന്റിമീറ്റർ വരും മക്കളെ? സെന്റിമീറ്ററിലാണ് നമ്മളുടെ ചോദ്യം വന്നിട്ടുള്ളത്. സോ എത്ര സെന്റിമീറ്റർ വരും? ബാക്കി എല്ലാം സെന്റിമീറ്ററിലായിട്ട് നമുക്ക് സെന്റിമീറ്ററിലോട്ട് മാറ്റാം. സോ ഇത് എത്ര സെന്റിമീറ്റർ വരും? 2 മീറ്റർ. 1 മീറ്റർ എന്ന് പറയുന്നത്
100 സെന്റിമീറ്റേഴ്സ് ആണ് അല്ലേ? അപ്പൊ 200 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമുക്കിനി നമ്മളുടെ ഫോർമുല ഉപയോഗിക്കാം. ഇവിടെ വി ഉണ്ട്, ആർ ഉണ്ട്, എച്ച് ഉണ്ട്. അപ്പൊ കണക്ട് ചെയ്യുന്ന ഫോർമുല എന്താ? വോളിയത്തിന്റെ ഫോർമുലയാണ്. സോ വി ഈക്വൽ ടു, ഓക്കെ, എന്താണ്? സിലിണ്ടർ ആണ്. സിലിണ്ടറിന്റെ വോളിയത്തിന്റെ ഫോർമുല എന്താ മക്കളെ? പൈ ആർ സ്ക്വയർ എച്ച്. ഓക്കെ, ഇവിടെ നമുക്ക് ഡി വി ബൈ ഡി ടി കണ്ടുപിടിക്കാം. ഡി വി ബൈ ഡി ടി, ഇത് ആർ സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, അത് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ പൈ കോൺസ്റ്റന്റ് ആണ്. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 15 സ്ക്വയർ വരും, എച്ച് വരും. അതായത് 15 സ്ക്വയർ എത്രയാണ് മക്കളെ? 225 ആണ്. ഓക്കെ, സോ 225 പൈ എച്ച് എന്ന് വരും. ഇനി നമുക്ക് ഡി വി ബൈ ഡി ടി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി എത്രയുണ്ട്? ഡി വി ബൈ ഡി ടി എന്ന് പറയുമ്പോൾ ഇതിന് ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു ടി. ഓക്കെ, സോ അത് വിത്ത് റെസ്പെക്ട് ടു ടി എടുക്കുമ്പോൾ 225 പൈ ഇൻറ്റു എച്ചിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്ത് വരും? ഡി എച്ച് ബൈ ഡി ടി. ഓക്കെ, അവിടെ എച്ച് ഉണ്ടോ മക്കളെ? ക്വസ്റ്റ്യനില് നമ്മൾ എടുക്കുന്ന ഇക്വേഷനിൽ എച്ച് വരുന്നില്ല. ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഹൈറ്റ് എത്ര ഉണ്ടായിരുന്നാലും വെള്ളം കുറയുന്നതിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഡി എച്ച് ബൈ ഡി ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഡി എച്ച് ബൈ ഡി ടി ഈക്വൽ ടു നത്തിങ് ബട്ട് ഡി വി ബൈ ഡി ടിയുടെ വാല്യൂ എത്രയാ മക്കളെ? -5 ആണ്. സോ -5 അവിടെ തന്നെ ഉണ്ട്, ബൈ എന്ത് വരും? 225 പൈ. ഓക്കെ, ഇതിവിടെ നിങ്ങൾ 15 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാലും മതി. സോ അത് ക്യാൻസൽ ചെയ്ത് പോകും. 15 സ്ക്വയർ ആകുമ്പോൾ 15 പോയിട്ട് 3 വരും. ഇവിടെ ഇത് ക്യാൻസൽ ആയി പോയി 1 വരും. ഇവിടെ 3 വരുമ്പോൾ 45. സോ ഫൈനൽ ആൻസർ എന്താണ്? -1/45 പൈ സെന്റിമീറ്റർ പെർ, സോറി ഹൈറ്റ് അല്ല, സെക്കൻഡ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ഉത്തരം വരുന്നത്. എല്ലാ ചോദ്യം ഇതുപോലെയാണ്. നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിന്റെ ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി നിങ്ങൾ ഇത് എഴുതി നിർത്തുമ്പോൾ, ഓക്കെ, ഇവിടെ ചോദ്യം നോക്കിക്കേ, വാട്ടർ ഈസ് ഡിക്രീസിങ് ഏത് റേറ്റിലാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ അത് എഴുതി നിർത്തുമ്പോൾ നിങ്ങൾ എഴുതുക, ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ഈസ് ഡിക്രീസിങ് അറ്റ് ദ റേറ്റ് 1/45 പൈ എന്ന് പറഞ്ഞ് എഴുതി നിർത്തുക. ഓക്കെ, സോ -1/45 പൈ എന്ന് പറയുന്നത് നെഗറ്റീവ് ആകുന്നത്, കുറയുന്നത് സൂചിപ്പിക്കുന്നതിന്. സോ ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ ഈസ് ഡിക്രീസിങ് അറ്റ് ദ റേറ്റ് 1/45 പൈ സെന്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് നിർത്തുക. സോ ഈ ഒരു മോഡലിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട മക്കളെ? ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിന്റെ ക്വാണ്ടിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് ആദ്യം നോട്ട് ചെയ്യുക, ശ്രദ്ധിച്ച് നോട്ട് ചെയ്യുക, എന്നിട്ട് അത് സോൾവ് ചെയ്യുക. ലാസ്റ്റ് എൻഡിങ് അവർ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിക്ക് പറഞ്ഞ് എഴുതി നിർത്തുക. ഓക്കെ മക്കളെ, അപ്പൊ നമുക്കിനി അടുത്തൊരു ചോദ്യവുമായിട്ട് കാണാം. അതുവരെ ബൈ.